നമസ്കാരം. CTVയുടെ എല്ലാ മാന്യപ്രേക്ഷകർക്കും ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പമുള്ളത് ചങ്ങനാശ്ശേരിയുടെ നായകൻ എന്ന് വിശേഷിപ്പിക്കാവുന്ന ചങ്ങനാശ്ശേരിക്കാർ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്ത് വിജയിപ്പിച്ച് ചങ്ങനാശ്ശേരിയുടെ ശബ്ദം കേരളത്തിൻ്റെ നിയമസഭാ ഹാളിൽ മുഴക്കുന്ന അഡ്വക്കേറ്റ് ജോബ് മൈക്കിൾ അവറുകളാണ്. അദ്ദേഹത്തിൻ്റെ ചങ്ങനാശ്ശേരിയെ സംബന്ധിച്ചിട്ടുള്ള ഈ കഴിഞ്ഞ 4 വർഷക്കാലം ചെയ്ത പ്രവർത്തനങ്ങളെക്കുറിച്ചും ഇനി ചങ്ങനാശ്ശേരിയിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചും ചങ്ങനാശ്ശേരിയുടെ വികസന സ്വപ്നങ്ങളെക്കുറിച്ചും പങ്കുവയ്ക്കുന്നുണ്ട്. ഏതായാലും മുഖവര ദീർഘിപ്പിക്കാതെ തന്നെ ഈ പ്രോഗ്രാമിലേക്ക് ഞാൻ അദ്ദേഹത്തെ നിങ്ങൾ ഓരോരുത്തർക്കും വേണ്ടി സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം സാറേ. നമസ്കാരം. ഞാൻ 86-89 SP കോളേജിൽ പഠിക്കുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് സാർ എൻ്റെ സീനിയറായിട്ട് അവിടെ ഉണ്ട്. അന്ന് അവിടെ യൂണിവേഴ്സിറ്റി യൂണിയൻ കൗൺസിലറായിട്ടോ മറ്റോ മത്സരിക്കുന്നു. അപ്പോൾ ഞാനും എൻ്റെ കൂട്ടുകാരും ഒക്കെ ഒത്തിരി മുദ്രാവാക്യം വിളിക്കുകയും ചോരെഴുതുകയും ഒക്കെ ചെയ്ത് കോളേജിൽ താങ്കൾക്ക് വേണ്ടി പ്രവർത്തിച്ച എനിക്ക് നല്ല ഓർമ്മയുണ്ട്. അന്നു മുതൽ വ്യക്തിബന്ധങ്ങൾ കാത്തു സൂക്ഷിക്കുന്ന കാര്യത്തിൽ താങ്കൾ മുൻപന്തിയിൽ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ആയിരിക്കണം ചങ്ങനാശ്ശേരിയിൽ ഒരു MLA സ്ഥാനാർത്ഥിയായിട്ട് വന്നപ്പോൾ ഇടതുമുന്നണിയുടെ സ്ഥാനാർത്ഥിയായിട്ട് വന്നിട്ട് പോലും മറ്റു പാർട്ടികളിൽപ്പെട്ടവർ പോലും താങ്കൾ വോട്ട് ചെയ്തു. അതുകൊണ്ടാണ് നല്ലൊരു ഭൂരിപക്ഷം ലഭിക്കാനിടയായത്. അപ്പം SP കോളേജിൽ നിന്നും തുടങ്ങി വെച്ച ആ ഒരു നേതൃപാടവം ഇപ്പോൾ ചങ്ങനാശ്ശേരിയുടെ നായകൻ എന്ന നിലയിലേക്ക് എത്തി നിൽക്കുന്നു. അപ്പോൾ വർഷങ്ങൾ കൊണ്ട് താങ്കൾ രൂപപ്പെടുത്തിയെടുത്ത സൗഹൃദങ്ങൾ, മറ്റു നേട്ടങ്ങൾ, ഇവയെല്ലാം തന്നെ തുണയായെന്നുള്ളത് പറയാതിരിക്കാൻ പറ്റില്ല. ഏതായാലും ചങ്ങനാശ്ശേരിയുടെ ജനപ്രതിനിധി എന്നുള്ള നിലയിൽ ആ ചെറിയ പ്രവർത്തനങ്ങളിൽ നിന്ന് തുടങ്ങി ചിട്ടയായി പ്രവർത്തിച്ച് കയറി വന്ന് ചങ്ങനാശ്ശേരിയുടെ നായകൻ എന്ന നിലയിലേക്ക് വരുമ്പോൾ താങ്കൾക്ക് എന്ത് തോന്നുന്നു? ചങ്ങനാശ്ശേരി സെൻറ്റ് ബർക്ക്മാൻസ് കോളേജ് ഒരിക്കലും മറക്കാൻ പറ്റുന്ന വിദ്യാലയമല്ല. ഞാൻ എൻ്റെ രാഷ്ട്രീയ ജീവിതം ഞാൻ പഠിച്ച ഹൈസ്കൂൾ കാലഘട്ടം തൊട്ടേ ഉണ്ട്. ഹൈസ്കൂളിൽ പഠിക്കുമ്പം ഞാനൊരു കേരള വിദ്യാർത്ഥി കോൺഗ്രസിൻ്റെ ഒരു യൂണിറ്റ് പ്രവർത്തകനായിട്ടാണ് എൻ്റെ രാഷ്ട്രീയ ജീവിതം ആരംഭിക്കുന്നത്. എനിക്ക് രാഷ്ട്രീയത്തിൽ വളരെ താല്പര്യമുണ്ടായിരുന്നു. കേരള സ്റ്റുഡൻസ് കോൺഗ്രസ് എന്നാണ്, കേരള കോൺഗ്രസിൻ്റെ വിദ്യാർത്ഥി. ആ കാലഘട്ടം തൊട്ട് ഒരു സാമൂഹ്യ പ്രവർത്തകനാകണം, ഒരു ജനസേവകനാകണം എന്നുള്ള തീവ്രമായ ആഗ്രഹം എനിക്കുണ്ടായിരുന്നു. ഞാൻ 1980-81 കാലഘട്ടത്തിൽ ഇത്തിത്താനം, അതായത് മലകുന്ന കുറിച്ചി പഞ്ചായത്തിൽ എളങ്കാവ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്ന് SSLC പാസ്സായി അവിടുന്ന് സെൻറ്റ് ബർക്ക്മാൻസ് കോളേജിലേക്ക് വിദ്യാർത്ഥിയായി കടന്നു വന്നത്. പ്രീ ഡിഗ്രി നമ്മുടെ SP സ്കൂളിലല്ല പഠിച്ചത്, എളങ്കാവിൽ. അതെനിക്കൊരു പുതിയ അറിവാണ്. അത് ഞാനിങ്ങനെ അന്ന് കൊച്ചിലെ തൊട്ടേ രാഷ്ട്രീയ പ്രവർത്തനത്തിന് താല്പര്യം ഉണ്ടായിരുന്നതുകൊണ്ട് എൻ്റെ ചേട്ടന്മാരെല്ലാവരെയും SP സ്കൂളിൽ വിട്ടു. എന്നെ ഫാദർ കൺമുമ്പിൽ തന്നെ നിർത്തി നോട്ടത്തിന് വേണ്ടി. അത് കഴിഞ്ഞാണ് ഞാൻ SP കോളേജിലേക്ക് വരുന്നത്. പ്രീ ഡിഗ്രി വിദ്യാഭ്യാസം കഴിഞ്ഞു. അതിനുശേഷം ഡിഗ്രി വിദ്യാഭ്യാസത്തിലേക്ക് വന്നു. അന്ന് KSCയുടെ SP കോളേജ് യൂണിറ്റ് സെക്രട്ടറി, അതോടൊപ്പം തന്നെ കോളേജിലെ സജീവമായിട്ടുള്ള രാഷ്ട്രീയ പ്രവർത്തനം, അങ്ങനെ പ്രവർത്തിച്ചു വന്ന കാലഘട്ടത്തിലാണ് കോളേജ് രാഷ്ട്രീയത്തിൽ കൗൺസിലറായിട്ട് മത്സരിക്കുന്നത്. യൂണിവേഴ്സിറ്റി യൂണിയൻ കൗൺസിലർ. അവിടെയും ഞാൻ KSCയുടെ ഔദ്യോഗിക പാനലിലല്ല മത്സരിച്ചത്. എനിക്ക് സീറ്റ് അന്നത്തെ നേതൃത്വം നിഷേധിച്ചു. അപ്പം ഞാൻ റിബലായിട്ട് മത്സരിച്ചു. അങ്ങനെ 900-ലധികം വോട്ടുകൾ പിടിച്ചു. അന്ന് നിങ്ങളുടെയൊക്കെ സേവനം എനിക്ക് തോന്നുന്നു. അന്നത്തെ ഞാൻ പഠിക്കുമ്പോൾ എൻ്റെ ജൂനിയറായിട്ടുള്ള ഒത്തിരിയേറെ വിദ്യാർത്ഥികൾ, അന്ന് നമ്മൾ മിക്സഡ് കോളേജൊന്നും അല്ല, നമ്മൾ ആണുങ്ങൾ മാത്രമേ ഉള്ളൂ, ആൺകുട്ടികൾ മാത്രം പഠിക്കുന്ന കോളേജാണ്. ജോസഫ് നെല്ലുവേലിയൊക്കെ അവരൊക്കെ ആ സമയത്ത് മത്സരിച്ചതാണ്. അപ്പോൾ ശക്തമായ മത്സരം ഉണ്ടായി. എനിക്ക് ചങ്ങനാശ്ശേരിയിലെ നമ്മുടെ ടൗണിലെയും അതുപോലെ തന്നെ വാഴപ്പള്ളി, നമ്മുടെ തുരുത്തി പ്രദേശത്തൊക്കെ ആളുകൾ ശക്തമായി പിന്തുണ നൽകി. നല്ല സപ്പോർട്ടായിരുന്നു. 900-ലധികം വോട്ടുകൾ ഞാൻ പിടിച്ചു. അതിനുശേഷം ഞാൻ KSCയുടെ ഒരു നേതൃത്വത്തിലേക്ക് വന്നു. ജില്ലാ KSC, കോട്ടയം ജില്ല KSCയുടെ വൈസ് പ്രസിഡൻ്റായി. അവിടുന്ന് പടിപടിയായി ഉയർന്ന KSCയുടെ സംസ്ഥാന പ്രസിഡൻ്റായി. ആ കാലഘട്ടത്തിൽ SP കോളേജിൽ നിന്ന് ഗണിതശാസ്ത്രത്തിൽ BSc ഡിഗ്രി പൂർത്തിയാക്കി. അതിനുശേഷം തിരുവനന്തപുരത്ത് ലോ അക്കാഡമി ലോ കോളേജിൽ 1987 ഞാൻ ലോയ്ക്ക് ജോയിൻ ചെയ്തു. 87-91 കാലഘട്ടം വരെ അവിടെ പഠിച്ചു. ആ കാലഘട്ടത്തിന് ശേഷം അതിന് വീണ്ടും സെൻറ്റ് ബർക്ക്മാൻസ് കോളേജ് MAക്ക് അഡ്മിഷൻ ചോദിച്ചു. പക്ഷേ അന്നത്തെ പ്രിൻസിപ്പൽ വലിയ രാഷ്ട്രീയക്കാരനായതുകൊണ്ട് നിഷേധിച്ചു. അപ്പം ഞാൻ കോഴഞ്ചേരി സെൻറ്റ് തോമസ് കോളേജിൽ പോയി MA
എക്കണോമിക്സിന് ചേർന്നു. അതിനുശേഷം 94-95 കാലഘട്ടത്തിൽ KICയുടെ പ്രസിഡൻ്റായി. ഒരു കുറച്ച് കാലഘട്ടം ഞാൻ KICയുടെ സംസ്ഥാന പ്രസിഡൻ്റായി വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ വന്നു. ആ കാലഘട്ടത്തിന് ശേഷമാണ് ഞാൻ വീണ്ടും യൂത്ത് ഫണ്ടിലേക്ക് മാറി അങ്ങനെ മുമ്പോട്ട് പോവുകയായിരുന്നു. അപ്പം ഈ പണ്ടത്തെ പഴമക്കാർ പറയുന്നൊരു ചൊല്ലുണ്ട്, ഈ വേഗുവോളം കാക്കാവുന്നുണ്ടെങ്കിൽ ആറുവോളം ഒന്ന് വെയിറ്റ് ചെയ്ത് കൂടെ എന്നൊരു ഭാഷ, നമ്മുടെ ഒരു നാട്ടുഭാഷ നമ്മൾ പറയാറുണ്ടല്ലോ. താങ്കളുടെ ജീവിതത്തിലും അത് അന്വർത്ഥമായെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ പെട്ടെന്നൊരു ദിവസം ചങ്ങനാശ്ശേരി നിയോജക മണ്ഡലത്തിലേക്ക് കെട്ടിയിറക്കപ്പെട്ട ഒരു ഫിഗറൊന്നുമല്ല ജോ മൈക്കിൾ എന്ന് പറയുന്ന ആൾ. എത്രയോ കാലങ്ങളായിട്ട് നമ്മുടെ മണ്ഡലത്തിൽ നിറഞ്ഞു നിൽക്കുന്നു. അതുപോലെ തന്നെ ഇലക്ഷൻ സമയങ്ങളൊക്കെ വരുമ്പോൾ പേരിൽ ഏറെ സാധ്യതകൾ കൽപ്പിക്കപ്പെട്ട ചില ഘട്ടങ്ങളൊക്കെ എനിക്ക് നല്ല ഓർമ്മയുണ്ട്. അപ്പോൾ എല്ലാം തന്നെ കപ്പിനും ചുണ്ടിനും ഇടയിൽ ആ ഒരു അവസരം അങ്ങ് വഴുതി പോകുന്ന പോലെ കാണുന്നു. എങ്കിൽ പോലും പരാതി പറയുകയോ മറ്റ് പ്രവർത്തനങ്ങളിൽ വിഭാഗീയ പ്രവർത്തനങ്ങൾ ഏർപ്പെടുകയോ ചെയ്യാതെ വീണ്ടും ജനങ്ങളുടെ ഇടയിലേക്ക് ഇടപഴകാൻ വേണ്ടി ഇറങ്ങി താങ്കൾ ആളുകളുടെ ഇടയിൽ ഹൃദയത്തിൽ ഒരു സ്ഥാനം നേടിയായിരുന്നു. ഒടുവിൽ അനിവാര്യമായ ഒരു തെരഞ്ഞെടുപ്പ് വരുന്നു. ആ സമയത്ത് നമുക്ക് തീർച്ചയായിട്ടും കാലം കരുതി വെച്ച ഒരു നീതി പോലെ ആ ഒരു സ്ഥാനത്തേക്ക് നമ്മുടെ പേര് ഉയർന്നു വരുന്നു. അങ്ങനെ മുന്നണി കരുതി വെച്ച ഒരു കൺമണിയായിട്ട് ചങ്ങനാശ്ശേരിക്കാര് അഡ്വക്കേറ്റ് ജോ മൈക്കിളിനെ വിജയിപ്പിച്ച് അങ്ങനെ മുന്നണിക്ക് വേണ്ടി ഒരു MLA ചങ്ങനാശ്ശേരിയിൽ പുതിയതായി പിറവിയെടുക്കുന്നു. അപ്പോൾ ഏറെ കാലമായിട്ട് താങ്കൾ ഹൃദയത്തിൽ കൊണ്ടു നടന്ന ഒരു സ്വപ്നമാണതെന്നുള്ളത് ഇവിടുത്തെ കൊച്ചുകുട്ടികൾക്ക് വരെ അറിയാം. കാരണം താങ്കളുടെ ഒരു ആഗ്രഹമായിരുന്നു അത്, ചങ്ങനാശ്ശേരിയുടെ ഒരു ജനപ്രതിനിധിയായിട്ട് നിൽക്കുക. ചങ്ങനാശ്ശേരി ഒരു വികാരമാണല്ലോ. അപ്പം ആ ഒരു വരവ് അതൊരു ഒന്നൊന്നര വരവാണെന്ന് ഞാൻ പറയും. പക്ഷേ എനിക്കറിയേണ്ട എൻ്റെ ചോദ്യം അതൊന്നുമല്ല. എൻ്റെ ചോദ്യം ഇതാണ്: താങ്കൾ നിയമസഭയുടെ മുമ്പിൽ ആദ്യത്തെ സമ്മേളനത്തിൽ പങ്കെടുക്കാനായി അല്ലെ സത്യപ്രതിജ്ഞ ചെയ്യാനായി വന്നിറങ്ങുന്നു. താങ്കളുടെ പേരെഴുതിയ ഒരു കസേര അവിടെ നിയമസഭയിലുണ്ട്, അത് താങ്കൾക്കറിയാം. ആ പടികൾ ചവിട്ടിക്കയറി പോകുമ്പോൾ താങ്കളുടെ ഹൃദയത്തിൽ അന്നേരം എന്ത് വികാരമായിരുന്നു? എൻ്റെ ഹൃദയത്തിലുണ്ടായ വികാരം ദൈവത്തിന് പ്രത്യേകമായ നന്ദി, പ്രത്യേകിച്ച് പാറേപ്പള്ളി മാതാവ്, അതോടൊപ്പം ദൈവത്തിന് നന്ദിയും ചങ്ങനാശ്ശേരിയിലെ ജനങ്ങളുള്ള കടപ്പാടുമായിരുന്നു എൻ്റെ ഹൃദയം നിറയെ. അതോടൊപ്പം തന്നെ എന്നെ ഇത്രയും സ്ഥാനത്തേക്ക് വളർത്തിക്കൊണ്ട് വന്ന, എനിക്ക് വേണ്ടി പ്രവർത്തിച്ച എൻ്റെ പ്രിയപ്പെട്ട ആളുകൾ, എന്നെ വളർത്താൻ വേണ്ടി സഹായിച്ചവർ, എന്നെ വോട്ട് ചെയ്ത് ജയിപ്പിച്ച ജനങ്ങൾ, ഇവരെ എല്ലാമാണ് ഞാൻ സത്യമാണ്. ഞാൻ ആ പടി ചവിട്ടുമ്പോൾ എൻ്റെ പോക്കറ്റിൽ കിടക്കുന്ന കൊന്തയിൽ തൊട്ട് ഞാൻ ദൈവത്തിന് നന്ദി പറഞ്ഞു. രണ്ടാമത് എന്നെ വോട്ട് ചെയ്ത് ജയിപ്പിച്ച ജനങ്ങൾക്ക് നന്ദി പറഞ്ഞു. മൂന്നാമത് എന്നെ ഇതിലേക്ക് അവർക്ക് ആണ് പ്രത്യേകമായി എൻ്റെ മനസ്സിൽ ഞാനിങ്ങനെ കാണണമെന്ന് ആഗ്രഹിച്ച എൻ്റെ മാതാപിതാക്കൾ, എൻ്റെ സഹോദരങ്ങൾ, എൻ്റെ ബന്ധുക്കൾ, ഈ പ്രിയപ്പെട്ട എൻ്റെ സുഹൃത്തുക്കൾ, നാട്ടുകാർ, അതോടൊപ്പം തന്നെ അധ്യാപകർ, എന്നെ ഇതിനുവേണ്ടി സപ്പോർട്ട് ചെയ്ത, എന്നോടൊപ്പം പ്രവർത്തിച്ച കലാലയത്തിലെ എൻ്റെ വിദ്യാർത്ഥികൾ, നാട്ടിലെ എൻ്റെ ജനങ്ങൾ, ഇങ്ങേറ്റം നമ്മുടെ താഴേക്കിടയുള്ള ആൾക്കാർ തൊട്ട് എല്ലാവരെയും ഒരുപോലെ ഞാൻ ഓർത്തു. അവരുടെയൊക്കെ പ്രയത്നമാണല്ലോ ഞാൻ ഈ നിയമസഭാ ശ്രീകോവിലേക്ക് കാലെടുത്ത് വെക്കുന്നത്. അതൊരു വല്ലാത്ത നിമിഷമായിരുന്നു. അതെ, എപ്പോഴും കണ്ണ് നിറയുന്ന നിമിഷം, ദൈവത്തിനോട് പ്രത്യേകം നന്ദി പറയുന്ന നിമിഷം, പ്രത്യേകിച്ച് പാറേപ്പള്ളി മാതാവിനോട് നന്ദി പറയുന്ന നിമിഷം, ജനങ്ങളോട് നന്ദി പറയുന്ന നിമിഷം. ഞങ്ങളോടൊപ്പം എൻ്റെ അപ്പോഴത്തെ ഒരു വികാരം, ജനങ്ങളെല്ലാം എന്നോടൊപ്പം ഈ നിയമസഭയിലേക്ക് ചവിട്ടി വരുന്നു. എൻ്റെ പിന്നിൽ ഈ ചങ്ങനാശ്ശേരിയിലെ ജനാവലി, ചങ്ങനാശ്ശേരിയിലെ എൻ്റെ പ്രിയപ്പെട്ട ജനങ്ങൾ, എൻ്റെ മാതാപിതാക്കൾ, എൻ്റെ സഹോദരി സഹോദരങ്ങൾ, എന്നെ സഹായിച്ച ആളുകളെല്ലാം എന്നോടൊപ്പം ഉണ്ടെന്നുള്ളൊരു സമ്മിശ്ര വികാരമായിരുന്നു എനിക്കുള്ളത്. എനിക്ക് അന്നേരം പടി ചവിട്ടിയപ്പോൾ ഏറ്റവും ആദ്യം ദൈവത്തിന്, എന്നെ ഇതിലേക്ക് പ്രാപ്തനാക്കിയ ജഗദീശന് നന്ദി പറയുക എന്നുള്ളതായിരുന്നു. പക്ഷേ താങ്കളുടെ സൗഹൃദ വലയത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ അസൂയപ്പെടുന്ന ഒരു സൗഹൃദ വലയം സ്വന്തമായിട്ടുള്ള ഒരാളാണ്. കാരണം ചില സമയങ്ങളിലൊക്കെ ഈ സീറ്റുകളൊക്കെ നിഷേധിക്കപ്പെടുമ്പോൾ അതിനു വേണ്ടിയിട്ട് ശബ്ദമുയർത്തി പേര് ചീത്തയാക്കി ഒത്തിരി കൂട്ടുകാർ താങ്കൾക്കുണ്ട്. ശരിയുണ്ട്, അവരൊക്കെ ഒത്തിരിയേറെ ആളുകൾ അതിനുവേണ്ടി കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഞാൻ എപ്പോഴും പറയും, രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറയുന്നത് ജനസേവനമാണ്, ഒരു സ്ഥാനമാനത്തിന് വേണ്ടിയുള്ളതല്ല. ഇപ്പം ഞാൻ MLA ആയി കഴിഞ്ഞു 3.25-4 വർഷമായി. ഈ 4 വർഷം കൊണ്ട് ചങ്ങനാശ്ശേരിക്ക് ഒരു നല്ല മാറ്റം ഉണ്ടാക്കണം. ഞാൻ 5 കാര്യങ്ങളാണ് പൊതുവിൽ പറഞ്ഞത്. ഒന്ന്, ഒരു കുടിവെള്ളം, ചങ്ങനാശ്ശേരിക്ക് സ്വന്തമായൊരു കുടിവെള്ള പദ്ധതി ഉണ്ടാകണം. അത് ഞാൻ ഉണ്ടാക്കിയെടുത്തു. ജലജീവൻ മിഷനിലൂടെ 483 കോടി രൂപ, അതോടൊപ്പം തന്നെ അമൃത് പദ്ധതിയിലൂടെ മുനിസിപ്പാലിറ്റി, അതോടൊപ്പം തന്നെ 5 പഞ്ചായത്തിൽ നമുക്ക് മാടപ്പള്ളി, കുറിച്ചി, തൃക്കുർത്താനം, പായിപ്പാട്, വാഴപ്പള്ളി, ഈ 5 പഞ്ചായത്തിൽ നമ്മൾ കൊണ്ടുവന്നു.
ഇപ്പം എല്ലായിടത്തും പൈപ്പ് ലൈൻ കുഴിച്ചിട്ടു, വെള്ളം എത്തിക്കാനുള്ള പ്രവർത്തന പരിപാടികൾ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുക, ഓൺ ഗോയിങ് പദ്ധതി യാഥാർത്ഥ്യമായിക്കൊണ്ടിരിക്കുന്നു. അതായിരുന്നു ഒന്ന്. രണ്ടാമത് ഞാൻ പറഞ്ഞത് ഇടിഞ്ഞു വീഴാറായ KSRTC ബസ് സ്റ്റാൻഡ് പൊളിച്ചു മാറ്റും. അത് ആദ്യം പുതിയതിനു വേണ്ടി ഫണ്ട് കണ്ടെത്തും, പൊളിച്ചു മാറ്റി ഫണ്ട് കണ്ടെത്തി ഇപ്പം അതിൻ്റെ പണി നിർമ്മാണം അതിൻ്റെ പ്രാരംഭഘട്ടം കഴിഞ്ഞു, അതിൻ്റെ ഫൗണ്ടേഷൻ നടന്നുകൊണ്ടിരിക്കുക. മൂന്നാമതായിട്ട് നമ്മൾ പറഞ്ഞതാണ് മുനിസിപ്പൽ ഗ്രൗണ്ട്, 5.25 കോടി രൂപയുടെ ഗ്രൗണ്ട്, അതിൻ്റെ പണി 95% പൂർത്തിയാക്കി, 2 മാസം വളരെ മനോഹരമായിട്ടുണ്ട് ഇപ്പോൾ. അതോടൊപ്പം തന്നെ നമ്മൾ പറഞ്ഞ വേറൊരു പദ്ധതിയാണ് നമ്മുടെ KC ബ്രിഡ്ജ്, അതും പൊളിക്കാൻ വേണ്ടിയുള്ള നടപടികളായി. ഫ്ലൈ ഓവർ അത് ടെൻഡറിലേക്ക് വന്നു, ടെൻഡർ നടപടികൾ പൂർത്തിയായി. ഇപ്പോൾ ആർക്കാണ് ടെൻഡർ കിട്ടുന്നത് ഈ ആഴ്ച അറിയാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ 5 കാര്യങ്ങൾ നമ്മൾ പറഞ്ഞെങ്കിലും അതോടൊപ്പം തന്നെ 80 കോടി രൂപ ആരോഗ്യരംഗത്ത് ചങ്ങനാശ്ശേരി ഗവൺമെൻറ് ആശുപത്രി വലിയ രീതിയിൽ പണിയാണ്, 80 കോടി രൂപയാണ്. നമുക്ക് പണി ആരംഭിച്ചു. അത് നിങ്ങൾ ഇവിടുന്ന് നിങ്ങൾ ഒരു വീഡിയോ ഒക്കെ എടുത്തിടണം, ഒരു റീൽ എടുത്തിടണം. ഭയങ്കര നല്ല കാണാൻ നല്ല അടിച്ചെന്താ നമുക്ക് റീൽ എടുക്കാൻ പറ്റുന്ന കാര്യമുണ്ട്. അപ്പോൾ അത് ഒരു ദിവസം ഒന്ന് പോയി ഷൂട്ട് ചെയ്ത് ചങ്ങനാശ്ശേരി ഗവൺമെൻറ് ആശുപത്രി സ്റ്റോറി ചെയ്യും. 100-ലേറെ വർഷം പഴക്കമുള്ള ഒരു ആശുപത്രിയാണ്. അതെ അതെ. അപ്പോൾ അവിടെ ദിവസം 2000-ത്തിലധികം ആളുകൾ OPക്ക് വരുന്നുണ്ട്. 200-300 അടുത്ത ആളുകൾ കിടത്തി ചികിത്സയാണ്. ഇനി എൻ്റെ ഒരു ആഗ്രഹം അതിനുശേഷം ചങ്ങനാശ്ശേരി ഒരു ഗവൺമെൻറ് നേഴ്സിംഗ് കോളേജ് കൊണ്ടുവരണം എന്നുള്ളതാണ്. അതിനുള്ള സംവിധാനം നമുക്കുണ്ട്. ഈ ആശുപത്രി മതി, ഈ സ്ഥലത്ത് മതി. ഈ ആശുപത്രിയുടെ സൗകര്യം വെച്ചുകൊണ്ട് അപ്പുറത്ത് റവന്യൂ ടവർ കിടപ്പുണ്ട്, അതിന് മുകളിലേക്ക് ആ ക്ലാസ്സുകളൊക്കെ മാറ്റിയാൽ കെട്ടിടം പോലും കണ്ടുപിടിക്കുന്ന കാര്യമില്ല. ശരിയാ. പ്രാക്ടിക്കൽ ഇവിടെയും തിയറി അവിടെ നടത്താൻ പറ്റും. നല്ലൊരു പ്രോഗ്രാമാണല്ലോ. അപ്പോൾ നല്ല കെട്ടിടം സ്ഥലസൗകര്യം ഇഷ്ടം പോലെ കിടപ്പുണ്ട്. അപ്പോൾ അതിനൊക്കെ നമുക്ക് ഇനിയും ചങ്ങനാശ്ശേരിയുടെ വികസനം ഒരു MLA ഉള്ള രീതിയിൽ കൂടുതൽ വ്യാപിപ്പിക്കാൻ നമുക്ക് സാധിക്കും. പക്ഷെ അത് ജനങ്ങൾ ഫുള്ളായിട്ട് രാഷ്ട്രീയത്തിന് അതീതമായി ജാതി ചിന്തയ്ക്ക് അതീതമായി ഒന്ന് ചേർന്ന് MLAയോടൊപ്പം. ഞാനിപ്പോൾ ഇവിടെ വരുന്നത് ഇപ്പം ഒരു മൊബൈൽ വെറ്റിനറി യൂണിറ്റിന് ഉദ്ഘാടനം നടത്തിയിട്ടാണ് ഇപ്പം വരുന്നത്. അത് നമ്മൾ കോട്ടയം ജില്ലയിൽ വൈക്കം കാഞ്ഞിരപ്പള്ളി കഴിഞ്ഞപ്പോൾ ചങ്ങനാശ്ശേരിക്കാണ് കിട്ടിയത്. വീടുകളിൽ ഡോക്ടർ. അതെ. വൈകുന്നേരം 6 മണി മുതൽ വെളുപ്പിന് 5 മണി വരെ 1962 എന്ന നമ്പറിലേക്ക് വിളിച്ചാൽ, ടോൾ ഫ്രീ നമ്പറാണ് അത്, തിരുവനന്തപുരത്ത് കണക്ട് ചെയ്യും. അവിടുന്ന് ഇങ്ങോട്ട് മെസ്സേജ് പോകും ചെല്ലേണ്ട വീട്. അപ്പം പശുക്കളും കൃഷിക്കാരുടെ വളർത്തുമൃഗങ്ങളുമാണെങ്കിൽ 450 രൂപ ചാർജ് ചെയ്യും. പൊതുജനങ്ങളുടെ പട്ടിയോ പൂച്ചയോ അവരുടെ പെറ്റ് ഡോഗ്സ് ആണെങ്കിൽ 950 രൂപ ചാർജ് ചെയ്യും. ഡോക്ടറാണ് വരുന്നത്. ഡോക്ടറും ഹെൽപ്പറും ഡ്രൈവറും വരും, അവിടെ ഒന്ന് പരിശോധിക്കും. ഇനി ഓപ്പറേഷൻ വേണമെന്നുണ്ടെങ്കിൽ ജില്ലയിൽ വെറ്റിനറി മൊബൈൽ ഓപ്പറേഷൻ യൂണിറ്റ് ഉണ്ട്, അവർ വന്ന് സർജറി വീട്ടിൽ വന്ന് നടത്തും. വീട്ടിൽ കൊണ്ടുവന്ന് യൂണിറ്റ് കൊണ്ട് നടത്തും. ഇത്ര അധികം നമ്മുടെ വിദേശ രാജ്യത്തൊക്കെ ഉള്ള പോലെ തന്നെ അതാണ് കേരളം വളരുന്നു, കേരളത്തിന് വികസനം ഉണ്ടാകുന്നു എന്നൊക്കെ പറയുന്നത്. ഇതൊക്കെ യൂറോപ്പിലും അമേരിക്കയിലും മാത്രം ഉണ്ടായിരുന്ന സംവിധാനങ്ങൾ, അതൊക്കെ ഈ കൊച്ചു കേരളത്തിലേക്ക് വരികയാണ്. അപ്പോൾ അത്ര അധികം നമ്മുടെ നാടിൻ്റെ വികസനം വരുമ്പോൾ ആ വികസനത്തിനോടൊപ്പം ചേർന്ന് നിൽക്കണം. നമുക്ക് വേണ്ടത് നാട്ടിൽ ജനങ്ങൾ ആഗ്രഹിക്കുന്ന വികസനം, പ്രാദേശികമായ വികസനം ഉണ്ടാകുന്നുണ്ടോ, അതാണ് നമ്മൾ പറയേണ്ടത്. ഇപ്പോൾ ഇവിടെ തന്നെ നിസ്സാര കാര്യം ഞാൻ പറയാം. എന്നോട് ചിലർ ചോദിച്ചു, ചങ്ങനാശ്ശേരി ഗവൺമെൻറ് ആശുപത്രിക്ക് ആ പൊട്ടിലൊക്കെ ഒന്ന് മാറ്റി 4-5 ലക്ഷം രൂപ മുടക്കി ഒന്ന് പൂശിയിട്ടാൽ പോരെ. ഞാൻ അങ്ങനെയല്ല ചെയ്തത്. 50 ലക്ഷം രൂപ മുടക്കി BM&BH നിലവാരത്തിലേക്ക് ആ റോഡ് ഉയർത്തി. ഇപ്പം അതിലെ പോയാൽ നമ്മൾ റൺവേക്കൂടെ പോകുന്നില്ല. അപ്പം അങ്ങനെ നമുക്ക് വികസനം വേണം. പക്ഷേ കുറച്ച് ദിവസം ബുദ്ധിമുട്ടേണ്ടി വന്നു. അത് വരുമല്ലോ, സ്വാഭാവികമാണ്. അത് സ്വാഭാവികമല്ലേ. ഒരു നന്മയുണ്ടാകണമെന്നുണ്ടെങ്കിൽ ആ നന്മ കാത്തിരിപ്പാണ്. അപ്പോൾ അത് ചില ആൾക്കാർ അസ്വസ്ഥരാകും. ഇപ്പം നമ്മൾ 80 കോടി രൂപയുടെ ഗവൺമെൻറ് ആശുപത്രി കെട്ടിടം പണിയാണ്. അപ്പോൾ അവിടെ ഒരു കാരുണ്യ മെഡിക്കൽ സ്റ്റോർ ഉണ്ടായിരുന്നു, അത് അപ്പുറത്തോട്ട് മാറ്റി. അപ്പോൾ ആൾക്കാർ പറഞ്ഞു അത് മാറ്റുന്നത് എന്തിനാ, മാറ്റിയില്ല ഇവിടെ പണിയാൻ പറ്റില്ല. അങ്ങനെയുള്ള ചെറിയ സാങ്കേതിക കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് MLAയുടെ വികസനത്തെ ഇങ്ങനെ ചെറുതാക്കി കാണിക്കാൻ വേണ്ടിയുള്ള ശ്രമമുണ്ട്. പക്ഷെ എൻ്റെ ഒരു ആത്മസംതൃപ്തിയുള്ള വികസനം ചങ്ങനാശ്ശേരി നിയോജകമണ്ഡലത്തിൽ കൊണ്ടുവരാൻ സാധിക്കുന്നു. അത് നമ്മുടെ യുവാക്കൾക്കും വിദ്യാർത്ഥികൾക്കും പ്രായമുള്ളവർക്കും ഒരുപോലെ ഉപകാരപ്രദമായ കാര്യങ്ങൾ. ഞാൻ ഇടയ്ക്ക് ചോദിക്കട്ടെ, നമ്മുടെ KC പാലത്തെക്കുറിച്ചുള്ള ആശങ്കകൾ പരിഹരിക്കപ്പെട്ടായിരുന്നോ? KC പാലത്തിന് നമ്മൾ 2022 തന്നെ 43 കോടി രൂപ അനുവദിച്ചു. അവിടെ ആ റോഡ് പാലം വരുന്നതിൻ്റെ ഭാഗമായുള്ള സർവീസ് റോഡിന് വേണ്ടി നമ്മൾ 2,86,00,000 രൂപ മുടക്കി അവിടെ 86 സെന്റ് സ്ഥലം സർക്കാർ ഏറ്റെടുത്തു.
അക്വയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ചെയ്തു. എല്ലാവർക്കും കാശും കൊടുത്തു. കർഷകർ അവിടുത്തെ നാട്ടുകാർക്ക് വലിയ സന്തോഷമാണ്. എന്നുവെച്ചാൽ അവരുടെ ചെറിയൊരു സ്ഥലത്തിന് നല്ല വില കിട്ടി. അപ്പോൾ അവർ വലിയ സന്തോഷത്തിലാണ്. അപ്പോൾ അവിടെ ഇപ്പോൾ ഉടനെ പാലം പണിയാൻ പോവാണ്. പാലം പണിയാനേക്കാൾ ഉപരിയായി നിലവിലുള്ള പാലം പൊളിച്ച് അവിടെ നല്ല രീതിയിലുള്ള ജലഗതാഗതം ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഇപ്പം കണ്ടല്ലോ കാലാവസ്ഥ ഭയങ്കര മഴയാണ്. അപ്പോൾ ആളുകൾക്ക് നല്ല യാത്രാ സൗകര്യം ഉണ്ടാകും. അതോടൊപ്പം തന്നെ വിഴിഞ്ഞം ഉൾപ്പെടെയുള്ള പോർട്ടുകൾ വന്നപ്പം ഉൾനാടൻ ചരക്ക് ഗതാഗതം, ജലഗതാഗതം പൂർണ്ണമായും നല്ല രീതിയിൽ കൊണ്ടുവന്നെങ്കിൽ മാത്രമേ കേരളത്തിലെ ജനങ്ങൾക്ക് അത് പ്രയോജനപ്പെടുത്തുള്ളൂ. അപ്പോൾ ഇന്നലെ മിനിഞ്ഞാന്ന് ഞാൻ മന്ത്രി ബാലഗോപാൽ സംസാരിച്ചപ്പം പറഞ്ഞതാണ്, കുട്ടനാട്ടിലെ 600ഓളം പാലങ്ങൾ പൊളിച്ച് വലിയ പാലങ്ങൾ നിർമ്മിച്ചാൽ മാത്രമേ വിഴിഞ്ഞം, തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, ചങ്ങനാശ്ശേരി, കോട്ടയം, എറണാകുളം ഈ റൂട്ടിലെ നമ്മളെ ഉൾനാടൻ ചരക്ക് ഗതാഗതം പൂർണ്ണമാകും. അതൊരു വലിയ സംഭവമായിരിക്കും സാധിച്ചാൽ. വലിയ സാധ്യതയായി. അതെ. നമ്മൾക്ക് ചിലപ്പോൾ എൻ്റെ കാലം കഴിഞ്ഞ് 25 വർഷം 30 വർഷം കഴിഞ്ഞായിരിക്കും. നമ്മളൊക്കെ നിങ്ങൾക്ക് ചിലപ്പം കാണാൻ പറ്റുമായിരിക്കും, എന്നെക്കാളും ചെറുപ്പമായുണ്ട്. അപ്പം നമ്മുടെ ഈ ചങ്ങനാശ്ശേരി സംബന്ധിച്ചൊരു ഫ്ലൈ ഓവർ വരുന്നതായിട്ടുള്ളൊരു വാർത്തയുണ്ടല്ലോ. ചിലർ അത് പറയുന്നത് അയ്യോ അത് വന്നു കഴിഞ്ഞാൽ പ്രശ്നമാണ്, ചിലർ പറയുന്നത് അതിനെ സ്വാഗതം ചെയ്യുന്നു. ആശങ്കകൾക്ക് എന്തെങ്കിലും അടിസ്ഥാനമുണ്ട് ഫ്ലൈ ഓവറിൽ? ഫ്ലൈ ഓവറിന് ആശങ്കയ്ക്ക് ഒരു അടിസ്ഥാനമില്ല. ഫ്ലൈ ഓവർ നേരത്തെ തന്നെ സ്ഥലമെല്ലാം ഏറ്റെടുത്തു. അത് കുറേ നേരത്തെ ഉള്ളൊരു പ്രോജക്റ്റാണ്. പക്ഷെ ഞാൻ വന്ന സമയത്ത് ഞാൻ അതിനെ ലീവേം വെപ്പിച്ചു. എൻ്റെ എല്ലാ കടമ്പകളും കടത്തി. ഇപ്പം അതിൻ്റെ ടെൻഡർ നടപടികൾ പൂർത്തിയാക്കി. ഈ മാസം ജൂൺ മാസം ഒരു 15-ാം തീയതിക്ക് മുമ്പ് ആർക്കാണ് ടെൻഡർ അവാർഡ് ചെയ്യുന്നത് അറിയാൻ പറ്റും. അവാർഡ് ചെയ്താൽ നമുക്ക് ചിങ്ങമാസത്തേക്ക് ഫ്ലൈ ഓവറിൻ്റെ നിർമ്മാണ പ്രവർത്തനം ആരംഭിക്കാൻ പറ്റും. അതിൻ്റെ രൂപരേഖ എങ്ങനെയായിരിക്കും? രൂപരേഖ നമ്മളെ SH ജംഗ്ഷൻ്റെ ഇപ്പുറത്തു നിന്ന് ആരംഭിച്ച് നമ്മൾ നേരെ ആ കാന്താരി ഹോട്ടലിൻ്റെ ആള് വന്ന് അവസാനിക്കും. അവിടെ ഒന്ന് ലാൻഡ് ചെയ്യുന്ന പോലെ. താങ്കളെ താങ്കളുടെ മുന്നണി വല്ലാതെ വിശ്വസിക്കുന്നുണ്ട്, ബഹുമാനിക്കുന്നുണ്ട്, പിന്നെ സപ്പോർട്ട് തരുന്നുണ്ട്. തിരുവനന്തപുരത്ത് ചെല്ലുമ്പോൾ നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അടക്കമുള്ള ഉന്നത അധികാരികളോടൊക്കെ താങ്കൾ വളരെ അടുത്ത് ഇടപെടാൻ സാധ്യതയുള്ള ഒത്തിരി സാഹചര്യങ്ങളുണ്ടല്ലോ. ഇവിടെ നിന്ന് ഇപ്പോൾ കഴിഞ്ഞ 4 വർഷത്തെ അനുഭവം വെച്ച് നോക്കുകയാണെങ്കിൽ അങ്ങനെയുള്ള ഇടപെടലുകളിൽ ഒരിക്കലും മറക്കാനാവാത്ത, ഹൃദയത്തിൽ സ്പർശിച്ച എന്തെങ്കിലും ഒരു സംഭവത്തെക്കുറിച്ച് ഓർമ്മയിൽ നിന്ന് പറയാൻ പറ്റും? എനിക്ക് ഒരു സംഭവം ഉള്ളത്, പെരുമ്പഴക്കടവ് ഒരു പാലമുണ്ട്. അപ്പോൾ അവിടെ ഞാൻ കുറേ നാളുകളായി അവിടെ കുറേ മദ്രാസ് IIT കൊണ്ടും ഒത്തിരിയേറെ വിദഗ്ധരെ കൊണ്ടുവന്ന് പരിശോധന നടത്തി. ആ പാലം ഒന്ന് ശരിയാക്കി. ഇപ്പം തന്നെ ആ പാലം നിൽക്കുന്നതുകൊണ്ടാണ് വെള്ളക്കെട്ടുണ്ടായിരിക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടി ഒരു ഫണ്ട് വെപ്പിക്കാനുള്ള ഒരു നടപടിയിലേക്ക് പോയി. അപ്പോൾ അതിന് വന്നപ്പോഴത്തേക്ക് ലാസ്റ്റ് വന്നപ്പം ഒരു 4.25 കോടി രൂപ വേണം. അപ്പം ഗവൺമെൻറ്റിൻ്റെ ചില പദ്ധതികൾ വെട്ടിക്കുറയുന്ന ഭാഗമായിട്ട് ഈ പദ്ധതി അടുത്ത വർഷത്തേക്ക് വെച്ചു. അപ്പോൾ ഞാൻ ബഹുമാനപ്പെട്ട കേരളത്തിലെ മുഖ്യമന്ത്രിയെ ചെന്ന് കണ്ടു. മുഖ്യമന്ത്രിയുടെ ഈ കാര്യം സംസാരിച്ചു. നേരിട്ട് മുഖ്യമന്ത്രി വളരെ അനുഭാവപൂർവ്വം എന്നോട് പറഞ്ഞു, പ്രിയപ്പെട്ട ജോബ് മൈക്കിൾ ഇതിന് പരിഹാരം ഉണ്ടാക്കി തരാം. ആ ആഴ്ചയിൽ തന്നെ ഈ പാലം പണിയാൻ ഈ വർഷത്തെ പദ്ധതിപ്പെടുത്തി വേറൊരു പദ്ധതി വെട്ടിക്കുറച്ച് ഈ പദ്ധതിയിലേക്ക് ഫണ്ട് വെക്കാൻ മുഖ്യമന്ത്രി ഓർഡർ ഇട്ട് തന്നു. ആ മുഖ്യമന്ത്രിക്കുള്ള കാഴ്ചപ്പാടിൻ്റെ അതോടൊപ്പം തന്നെ ഞാൻ ചങ്ങനാശ്ശേരി പോലീസ് സ്റ്റേഷന് 3.5 കോടി രൂപ വേണമെന്ന് പറഞ്ഞു. അത് ടെൻഡറായി 3.5 കോടി രൂപയാണ് മുഖ്യമന്ത്രി അനുവദിച്ചത്. അപ്പോൾ ഇനിയിപ്പം ചങ്ങനാശ്ശേരി വന്ന പുതിയ വികസന പ്രവർത്തനം പറഞ്ഞാൽ 2 മണിക്കൂർ ഇരുന്ന് പറഞ്ഞാൽ തീരാത്ത രീതിയിലുണ്ട്. ഇപ്പം ചങ്ങനാശ്ശേരിയിൽ നമുക്ക് സ്വപ്നം കാണാൻ പറ്റുമോ? 3.5 കോടി രൂപയാണ്. ഇപ്പോൾ എക്സൈസ് ഓഫീസർ 3.5 കോടി നിർമ്മാണം പൂർത്തീകരിച്ചു. ഇതെല്ലാം ജീവിക്കുന്ന തെളിവുകളാണ്. ഇതെല്ലാം കണ്ടിട്ട് വികസനം ഇല്ല. ചങ്ങനാശ്ശേരി മുഖച്ഛായ മാറിയല്ലോ ഇപ്പം തന്നെ. അതെ, ഫ്ലൈ ഓവർ ഒരു മുഖച്ഛായ മാറി. ചങ്ങനാശ്ശേരി റോഡുകളുടെ എല്ലാം മുഖച്ഛായ മാറ്റി. ഇപ്പോൾ MC റോഡ് BM&BC നിലവാരത്തിലേക്ക് വീണ്ടും റീടാർ ചെയ്തു. PPS റോഡ് നമുക്കറിയാലോ. PPS റോഡ് PPS ഉണ്ടാക്കിയ റോഡാണ്. അദ്ദേഹത്തിൻ്റെ കാലത്ത് വളരെ കഷ്ടപ്പെട്ടുണ്ടാക്കിയ റോഡാണ്. പക്ഷേ അവിടെ ട്രാൻസ്ഫോർമർ ഉണ്ടായിരുന്നു, അതെല്ലാം മാറ്റി. ഇന്ന് ആ റോഡ് വളരെ സുന്ദരമായി. ഇപ്പോൾ അവിടെ ഒരു വെള്ളക്കെട്ടുണ്ട്. അത് അപ്പുറത്തെ അങ്ങോട്ട് ഉള്ള ആ തോട് വൃത്തിയാക്കിയാൽ വെള്ളക്കെട്ട് മാറും. പക്ഷേ PPS റോഡിൻ്റെ അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കിയേ. അതോടൊപ്പം അസംപ്ഷൻ കോളേജ് റോഡ് നല്ല ഗംഭീരമാക്കി. അതെ, നന്നായിട്ടുണ്ട്. കേരളത്തിൻ്റെ മുഖ്യമന്ത്രി, അത് ഞാൻ നിയമസഭയിൽ ചെല്ലുമ്പോൾ ഉമ്മൻചാണ്ടി സാറ് മുൻ മുഖ്യമന്ത്രിയാണ്. അതൊക്കെ എന്നോട് വളരെ നല്ല എളുപ്പമായിരുന്നു. അതുപോലെ തന്നെ മുൻ മന്ത്രിമാരെല്ലാവരും ഉണ്ടായിരുന്നു. എനിക്ക് ആകെയുള്ളൊരു സങ്കടം, KM മാണി സാറ് ഇരിക്കുന്ന നിയമസഭയിൽ ഒരംഗമായി ചെല്ലാൻ എനിക്ക് പറ്റിയില്ലല്ലോ. അദ്ദേഹത്തോടൊപ്പം ഒന്ന് പ്രവർത്തിക്കാൻ. അദ്ദേഹം നിയമസഭയിലുണ്ടായിരുന്നെങ്കിൽ എനിക്ക് ഒത്തിരിയേറെ രീതിയിലുള്ള പ്രോത്സാഹനം തരുമായിരുന്നു. അപ്പം അദ്ദേഹത്തോടൊപ്പം അദ്ദേഹം സഭയിലുണ്ടായൊരു കാലഘട്ടത്തിൽ അദ്ദേഹത്തോടൊപ്പം പ്രവർത്തിക്കാൻ സാധിച്ചില്ലല്ലോ എന്നുള്ളൊരു സങ്കടവും
എൻ്റെ മനസ്സിൽ സ്വകാര്യ ദുഃഖമുണ്ട്. ഉണ്ട്. എങ്കിൽ പോലും ഞാൻ ഓർക്കുകയായിരുന്നു, കുറഞ്ഞ കാലം കൊണ്ട് കൂടുതൽ നേട്ടങ്ങൾ കൈവരിക്കാൻ താങ്കൾക്ക് കഴിഞ്ഞെന്ന് ഞാൻ പറയും. കാരണം എന്നെ കൗതുകത്തോടെ ഞാൻ വായിച്ച ഒരു വാർത്തയുണ്ട്. ഒരിക്കൽ കേരള നിയമസഭയുടെ സഭാനാഥനായിട്ടിരിക്കാൻ നിയന്ത്രിക്കാൻ ചങ്ങനാശ്ശേരിയുടെ MLA-ക്ക് ഒരു അവസരം കിട്ടിയെന്ന് പറഞ്ഞു. അത് എന്നെ സംബന്ധിച്ചൊരു അത്ഭുതമായിരുന്നു. അത് എങ്ങനെ സാധിച്ചു എന്നുള്ളത് അതിനെക്കുറിച്ചൊന്ന് പറയാം. അതെ, ഈ നിയമസഭാ കൂടുമ്പം നിയമസഭാ സ്പീക്കർമാരുടെ പാനലുണ്ടാവും. അതിൻ്റെ അകത്ത് ഒരു പ്രതിപക്ഷത്തിൻ്റെ അംഗവും 2 ഭരണകക്ഷി അംഗവും ഉണ്ടാവും. 2022 നിയമസഭ കുറേയേറെ കാലഘട്ടം കൂടിയാണ്ട് 2-2.5-3 മാസം. അപ്പോൾ എന്നെയാണ് അന്ന് സ്പീക്കർ പാനലിൽ വെച്ചത്. അപ്പം നിയമസഭയുടെ നാഥൻ ബഹുമാനപ്പെട്ട കേരളത്തിലെ മുഖ്യമന്ത്രി സഭയിലുള്ള സമയത്തും ആ നിയമസഭാ സ്പീക്കറുടെ ചെയറിലിരുന്ന് സഭ നിയന്ത്രിക്കുവാൻ എനിക്ക് സാധിച്ചു. അത് സീനിയറായിട്ടുള്ള പല MLA-മാരും എന്നോട് സംസാരിച്ചിട്ടുണ്ട്. ഇതെങ്ങനെയാണ് ആദ്യമായിട്ട് ചെന്നിട്ട് സഭ ഇത്രയും വളരെ നമുക്കറിയാമല്ലോ, നിയമസഭ എന്ന് പറഞ്ഞാൽ കടലിൽക്കിടെ പോകുന്ന ഒരു കപ്പൽ പോലാണ്. ഏത് സമയത്തും തിരമാല ശക്തിപ്പെടും, ഏത് സമയത്തും ശാന്തമാകും. കാറ്റും കോളും എപ്പോഴാണ് വരുന്നത് അറിയത്തില്ല. പക്ഷേ ആ കാറ്റും കോളും വരുമ്പോഴെല്ലാം എല്ലാവരുടെയും കണ്ണു പോകുന്നത് നിയമസഭാ സ്പീക്കറിലേക്കാണ്. സ്പീക്കർ ആ സഭയെ ചെയറിലിരുന്ന് നിയന്ത്രിക്കും. അപ്പോൾ സ്പീക്കറുടെ ചെയറിലിരുന്ന സമയത്ത് അന്നേരവും ഞാൻ ദൈവത്തിനാണ് നന്ദി പറഞ്ഞത്. ചെന്നൈ ചെയർ ഏറ്റവും പരമോന്നതമായ ഒരു സ്പീക്കറുടെ ചെയറിൽ കൊണ്ട് ഇരുന്ന് എന്നെക്കാളും വളരെ സീനിയറായിട്ടുള്ള മന്ത്രിമാരും MLA-മാരും ഒക്കെ ഇരിക്കുന്ന സഭ നിയന്ത്രിക്കുക എന്ന് പറയുമ്പോൾ അത് നിയന്ത്രിക്കുന്ന സമയത്ത് എൻ്റെ കൂടെയുള്ള MLA-മാർ, ഞാനാണല്ലോ സ്പീക്കർ, അവരുടെ സമയം അധികരിച്ച് സംസാരിച്ചപ്പോൾ ഞാൻ ശക്തമായി ഇടപെട്ട് അവരെ നിയന്ത്രിച്ചിരുത്തി, റൂൾ ചെയ്ത് അവരെ ഇരുത്തി. അത് കഴിഞ്ഞ് ഞങ്ങൾ സൗഹാർദ്ദ സംഭാഷണത്തെ അവർ പറയും, എന്നാലും നമ്മളെ പാർട്ടിക്കാരനല്ലേ, എന്നിട്ട് എന്നോടൊരു സ്നേഹം കാണിച്ചില്ലല്ലോ. ഞാൻ പറഞ്ഞു, ആ സ്പീക്കറിന്റെ ചെയറിലിരിക്കുമ്പോൾ പ്രത്യേകമായിട്ടുള്ള ഒരു രീതിയിലുള്ള താല്പര്യങ്ങളും ഉണ്ടാകാൻ പാടില്ല. അത് സഭാനാഥൻ എന്നുള്ള രീതിയിലുള്ള ഇടപെടലാണ് ഉണ്ടാകുക. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഇടപെട്ടത് എന്ന്. അത് പക്ഷേ എന്നോട് ബാക്കിയുള്ള പ്രതിപക്ഷത്തെയും ഭരണകക്ഷിയിലെ MLA-മാർ എന്നെ അപ്രീഷിയേറ്റ് ചെയ്ത് പറഞ്ഞു, ജോൺ മൈക്കിൾ എടുത്ത സ്റ്റാൻഡ് വളരെ ക്ലിയറാണ്, സ്പീക്കർ എന്നുള്ള രീതിയിൽ കൃത്യമായി പക്ഷപാതം കാണിച്ചില്ല. ഇതൊക്കെ SB പഠിച്ചതിന്റെ ഗുണവും കൂടെ നമ്മുടെ ചങ്ങനാശ്ശേരിയിലെ പാരമ്പര്യമാണ്. ചങ്ങനാശ്ശേരിയിലെ ജനങ്ങൾ ഇതെല്ലാം നല്ലപോലെ വിലയിരുത്തുന്നുണ്ട്. ഞാൻ ജില്ലാ പഞ്ചായത്ത് മെമ്പറായി ഇവിടെ പ്രവർത്തിച്ചിട്ടുണ്ട്, KSFയുടെ വൈസ് ചെയർമാനായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്, ബാങ്കിൻ്റെ ഡയറക്ടർ ബോർഡ് മെമ്പറായിട്ട് പ്രവർത്തിച്ചു. അപ്പോഴൊക്കെ എൻ്റെ ചിന്ത, ഈ സ്ഥാനത്തിരുന്ന് എന്നെ സമീപിക്കുന്ന ജനങ്ങൾക്ക് എന്ത് സഹായം ചെയ്തു കൊടുക്കാൻ പറ്റും, അല്ലാതെ ഒരു നിലവിളക്ക് എടുത്തോളം പോയി കൊളുത്തി ഒരു പത്രവാർത്ത കൊടുക്കാൻ വേണ്ടിയല്ല, അല്ലെങ്കിൽ കാറിൻ്റെ പുറകെ ഡിക്കിക്കാതെ നിലവിളക്കം കൊണ്ടാണെന്ന് ഇവിടെ 6 പേരെ കാണുമ്പോൾ കത്തുക എന്നുള്ളതല്ല. ഞാൻ നമ്മുടെ നെൽകർഷകരുടെ വിഷയങ്ങൾ ഒത്തിരിയേറെ പരിഹരിച്ചല്ലോ. 22 പാടശേഖരമുണ്ട് ഓരോ ഈ നമ്മുടെ പഞ്ചായത്തിൽ പലയിടത്തും. എല്ലാ പാടശേഖരത്തിനും ഫണ്ട് അനുവദിച്ചു. അതോടൊപ്പം തന്നെ കൃഷി ഇറക്കുന്ന സമയത്ത് മീറ്റിംഗ് വിളിക്കും, ബന്ധപ്പെട്ട കൃഷി ഓഫീസർമാരെ വിളിച്ച് ചേർക്കും. അതോടൊപ്പം തന്നെ കൊയ്ത്തിന് വിളിച്ച് പാടി ഓഫീസർ ഉൾപ്പെടെ വിളിക്കും, അത് ഡിസ്കസ് ചെയ്യും, അവരുടെ വിഷയങ്ങളൊക്കെ പരിഹരിച്ചു കൊടുക്കും. നമ്മൾക്കൊരു പത്രവാർത്തയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ ഒരു മാധ്യമത്തിലൊരു പണം വരുത്താൻ വേണ്ടി ഒരു പരിപാടിക്ക് വേണ്ടി ഒരു പരിപാടിയല്ല വേണ്ടത്. അതല്ല രാഷ്ട്രീയ പ്രവർത്തനം.